ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പെന്തക്കോസ്ത് കോളത്തിൽ വിശ്വാസികളുടെ ഇടയ്ക്ക് ഞാൻ ഈ അടുത്ത കാലത്തൊക്കെ വ്യക്തിപരമായൊക്കെ കേട്ട ചില കാര്യങ്ങൾ. ഒരിക്കലൊരു പ്രസംഗം പറഞ്ഞു, അങ്ങേർക്കെതിരെ ഇച്ചിരി മോശമായൊരു സംസാരം വന്നപ്പോൾ അങ്ങേര് പറഞ്ഞു, ഈ സംസാരം പറഞ്ഞവൻ മരത്തിൽ തൂങ്ങിയാടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഞങ്ങളുടെ സഭ പ്രാർത്ഥിക്കുമെന്നാണ് പറഞ്ഞത്. മരത്തിൽ തൂങ്ങിയാടാൻ വേണ്ടി. പൊതുവെ പെന്തക്കോസ്ത് കോളത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവേ എൻ്റെ ശത്രുവിനെ തീർത്ത് കളയണമേ. ഇതെല്ലാം വ്യക്തികളെ ഉദ്ദേശിച്ചാണ് ഇവർ പറയുന്നത്. ഇത് ഒരു നല്ല ആത്മാവല്ല, ഇത് പരിശുദ്ധാത്മാവല്ല. ഇങ്ങനെയൊക്കെ പറയുന്ന വ്യക്തികളുടെ കൂടെ ഒരു സംസർഗത്തിനും പോകരുത് എന്നതാണ് ഇന്ന് പറയാൻ പോകുന്ന കാര്യം. അതായത്, ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന വിഷയത്തിലാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. സങ്കീർത്തനം 51-5 വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇതാ ഞാൻ അകൃത്യത്തിൽ ഉരുവായി, അകൃത്യത്തിൽ ജനിച്ചു, പാപത്തിൽ എൻ്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് എഴുതിയത് ദാവീദ് ഇത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാര്യത്തിലും യാതൊരു മാറ്റവും വേണ്ട. കാരണം എൻ്റെ ജനനം കൃത്യത്തിലല്ല, അകൃത്യത്തിലാണ്. അകൃത്യത്തിലാണ് ഞാൻ ഉരുവായത് എന്ന് പറഞ്ഞാൽ ഇതിനൊന്നും വലിയ ഭയങ്കരമായ ആത്മീയ അർത്ഥങ്ങളൊന്നും തപ്പിപ്പിടിച്ച് പോകണ്ട. മനുഷ്യന് മനസ്സിലാകാത്തതും കടിച്ചാൽ പൊട്ടാത്തതും വലിയ ഭയങ്കരമായ കാര്യങ്ങളും തപ്പിപ്പോകുന്നതുകൊണ്ടാണ് മലയാളിക്ക് ഇത് മനസ്സിലാകാത്തത്. സത്യത്തിൽ ഇതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ, അകൃത്യം എന്ന് പറഞ്ഞാൽ കൃത്യമല്ലാത്തത്. അതായത് മാതാപിതാക്കളുടെ ലൈംഗിക വികാരങ്ങളുടെ ഇടയ്ക്ക് എപ്പോഴോ ഞാൻ ഉണ്ടായി എന്നുള്ളതാണ്. അതാണ് ഇതിൻ്റെ കൃത്യതയില്ലായ്മ എന്ന് പറയുന്നത്. അതേസമയത്ത് യേശുവിൻ്റെ ജനനം അങ്ങനെയല്ല, കറണ്ടായിരുന്നു കാര്യങ്ങൾ. അതുപോലെ തന്നെ ആദിപിതാവായ ആദത്തിൻ്റെ കാര്യവും കറണ്ടായിരുന്നു. ഇനി ഹൗവയുടെ കാര്യത്തിലും വ്യത്യാസമൊന്നുമില്ലായിരുന്നു. ദൈവം പ്ലാൻ ചെയ്ത് അപ്പം നടപ്പാക്കുമായിരുന്നു. അതിൻ്റെ സംവിധാനങ്ങളും സമയവും സന്ദർഭവും ഒക്കെ കൃത്യതയിലായിരുന്നു. എന്നാൽ എൻ്റെയും എന്നെ ശ്രവിക്കുന്ന നിങ്ങളുടെയും ഒക്കെ കാര്യത്തിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നമ്മൾ അജ്ഞരാ എന്ന് പറഞ്ഞാൽ അവർ നമ്മളെ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല, കൃത്യതയിലൊന്നുമല്ല ഇതൊന്നും ഉണ്ടായത്. ഇത് തന്നെ മനുഷ്യൻ്റെ ഒരു വലിയ പ്രശ്നമാണ്. എന്നാൽ ആദ്യ മാതാപിതാക്കൾ കൃത്യതയിലുണ്ടായി. ഇന്ന് മനുഷ്യൻ അകൃത്യത്തിൽ ജനിക്കുന്നു, അതേ രീതിയിൽ തന്നെയാണ് അവൻ ജീവിച്ചുകൊണ്ടിരിക്കുന്നതും. അങ്ങനെ ജനിക്കുന്നെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഈ അകൃത്യം നിലനിൽക്കുന്നത് കൊണ്ട് ആ വ്യക്തി വളരുന്ന പോലെ ഈ അകൃത്യവും വളരുന്നുണ്ട്. വ്യക്തി വളരുന്ന പോലെ ഈ അകൃത്യവും വളരുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെയാണ് ഒരു വിടുതൽ ലഭിക്കുന്നത്? അടുത്ത വാക്യം വായിച്ച സങ്കീർത്തനം 51:10. ദൈവമേ നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ. എന്നിൽ, ഈ ബൈബിൾ ഇങ്ങനെ എഴുതുന്നു, ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. സൃഷ്ടിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞാൽ അപ്പോൾ നിലവിലില്ല. എൻ്റെ അന്തർഭാഗത്ത് സ്ഥിരമായ ഒരാത്മാവിനെ എന്നിൽ പുതുക്കണമേ. എൻ്റെ അന്തർഭാഗത്ത് സ്ഥിരമായ ഒരാത്മാവിനെ വേണം താനും, അത് എന്നിൽ പുതുക്കുകയും ചെയ്യണം. ഇതാണ് പ്രാർത്ഥന. ഇത് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥനയായത്. ഈ ദാവീദിൻ്റെ പ്രാർത്ഥനയ്ക്കകത്ത് പല ഭാഗവും തിരിച്ചും മറിച്ചും എടുത്തിട്ടാണ് ഇന്ന് നമ്മുടെ ഇവിടുത്തെ ബന്ധുക്കോസുകാരൻ അവന് പൈസ പലിശയ്ക്ക് കൊടുത്തവന് സമയത്ത് പലിശ കൊടുക്കാത്തതിനും, പലിശയ്ക്ക് കൊടുത്ത പൈസ സമയത്ത് മുതൽ തിരിച്ചു കൊടുക്കാത്തതിനും ഒക്കെ അറിഞ്ഞു പ്രാകുന്നത് ഈ ദാവീദിൻ്റെ പല പ്രാർത്ഥനകളും എടുത്തിട്ടാണ്. ദാവീദ് പറഞ്ഞു, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം, എൻ്റെ അന്തർഭാഗത്ത് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. ഇനി ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഈ കേരളത്തിലെ അറിയപ്പെടുന്ന നല്ല പ്രൈവറ്റൈസറിലെല്ലാം ചെന്നു, ഏറ്റവും കൂടുതൽ രോഗികൾ പെന്തക്കോസ്തുകാരാണ്. 5 പൈസ കൃത്യമായിട്ട് ദശാംശവും കൊടുക്കുകയില്ല, ഒരു പ്രയോജനമുള്ള ഒരു പണിയും ചെയ്യുകയില്ല. പക്ഷേ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് പെന്തക്കോസ്തുകാരാണ്. ഒരു മയവും വേണ്ട, നിങ്ങൾ ധൈര്യമായിട്ട് ശ്രദ്ധിച്ചോ പോയിരുന്നു. അത് നമ്മളെക്കാൾ എല്ലാം അധികമായിട്ട് ഈ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഒരു മനുഷ്യന് മനസ്സിലായതുകൊണ്ട് അങ്ങേര് തിരുവല്ലായി വലിയ മെഡിക്കൽ കോളേജ് പണിതു. അങ്ങേർക്ക് മനസ്സിലായി ഇവനെല്ലാം ഈ പ്രസംഗം കേൾക്കുന്നുണ്ടെങ്കിലും പൊങ്ങിയിട്ടുണ്ടെങ്കിലും കയ്യിലിരിക്കുന്നതെല്ലാം മോശമായതുകൊണ്ട് ഇവനെല്ലാം കൃത്യമായിട്ട് രോഗിയാകുമെന്നൊക്കെ അങ്ങേർക്ക് മനസ്സിലായതുകൊണ്ട് അങ്ങേര് ആദ്യമേ തിരുവല്ലായിൽ ഏറ്റവും വലിയ ആശുപത്രി പണിത് വെച്ചു. വേറെ ആൾക്കാരെ അന്വേഷിച്ച് പോകണ്ട, നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ട്. ദാവീദ് എന്നാ പ്രാർത്ഥിക്കുക,
ദാവീദ് പ്രാർത്ഥിക്കുമ്പോൾ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തുവിൻ്റെ സന്തതിയായ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരും, നിങ്ങളും അങ്ങനെ പ്രാർത്ഥിക്കേണ്ടി വരും. ഇത് നമ്മുടെ ഒരു പിതാവിൻ്റെ പ്രാർത്ഥനയാണ്. നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. അബ്രഹാം നമ്മുടെ പിതാവാണെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതിയായ ദാവീദ്, ദാവീദിൻ്റെ സന്തതിയായ യേശുക്രിസ്തു, യേശുക്രിസ്തുവിൻ്റെ സന്തതിയായ ഞാൻ, എൻ്റെ പിതാക്കന്മാർ പ്രാർത്ഥിച്ചതുപോലെ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ദാവീദിൻ്റെ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നെ സൃഷ്ടിക്കണം, സ്ഥിരമായ ആത്മാവിനെ എന്നെ പുതുക്കണം. ഞാനായിട്ട് മറ്റുള്ളവൻ തൂങ്ങിയാടാൻ പ്രാർത്ഥിക്കേണ്ടി വരരുത്, ഞാനായിട്ട് മറ്റുള്ളവൻ്റെ നാശത്തിൽ പെടരുത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിശ്വാസി എന്ന് പറയുന്ന പെന്തക്കോസുകാരൻ ഒരുമാതിരിപ്പെട്ട ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല. ഇടപെടാത്തതുകൊണ്ട് തന്നെ ഇവൻ്റെ ഉള്ളിലിരിക്കുന്ന സ്വഭാവം വെളി വരുന്നില്ല. ഞാൻ നിശ്ചയമായിട്ടും പറയട്ടെ, നിങ്ങളുടെ എവിടെയെങ്കിലും ഭാഗത്തൊന്ന് തൊട്ട് കഴിയുമ്പോൾ അറിയാം നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന സ്വോത്രമൊക്കെ സൂത്രമായി മാറുന്നത്. ഇതൊക്കെ ചുമ്മാ പറയുന്ന ഈ പറയുന്നതെന്ന് വെച്ചാൽ ഭൂമിയായിട്ടും മനുഷ്യനുമായിട്ടും യാതൊരു ബന്ധവുമില്ലാതെ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടാതെ നിൽക്കുന്നത് കൊണ്ട് സ്വോത്രം എന്നൊക്കെ പറയുന്നതാണ്. പൊതുജനമായിട്ട് നാലിടത്ത് ഇടപെട്ട് നിങ്ങളുടെ ദേഹത്തിനോ ദേഹിക്കോ അല്ലെങ്കിൽ ആത്മാവിനോ ഒക്കെ എന്തെങ്കിലും ക്ഷതം സംഭവിക്കുന്ന കാര്യം വരുമ്പോൾ നിങ്ങളെക്കൊണ്ട് എതിരിടാൻ പറ്റിയല്ല, നിങ്ങൾ പോയിരുന്ന് കൂത്തിയിരുന്ന് പ്രാഗി അവനെ നശിപ്പിച്ച് മൂടിപ്പിച്ച് ഇല്ലായ്മ ചെയ്യും. കേരളത്തിൽ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ ആഭിചാരം ചെയ്യുന്നത് സത്യം പറഞ്ഞ പെന്തക്കോസുകാരനാണ്. ഏറ്റവും കൂടുതൽ എതിർ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് സത്യം പറഞ്ഞ പെന്തക്കോസുകാരനാണ്. അവൻ മൂലമാണ് ഈ നാശം. ഇവിടെ വല്ല ഇപ്പം നശിച്ച് നാറാണക്കല്ലെടുക്കുന്നത്. ഇപ്പോൾ പ്രത്യേകിച്ച് മന്ത്രം ചെയ്യാൻ മന്ത്രവാദിയുടെ അടുത്തൊന്നും പോകണ്ട, പെന്തക്കോസുകാരനെ പിണയ്ക്കാൽ മതി, അവൻ ചെയ്തോളൂ ആവശ്യത്തിന്. അപ്പോൾ ദാവീദ് പറയുന്നു, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണം. പരിശുദ്ധാത്മാവ് പറയുന്നത് പ്രാർത്ഥിക്കുക, ചോദിക്കുക, തരാം. ഇപ്പോഴുള്ളത് നിർമ്മലമായ ഹൃദയമല്ല, നിൻ്റെ പുറത്തേ ഉള്ളൂ വെള്ള. നിൻ്റെ മോന്തേ മീശയില്ലെന്നേ ഉള്ളൂ, നിനക്ക് വെള്ള ഡ്രസ്സ് ഉണ്ടെന്നേ ഉള്ളൂ, സ്വർണ്ണമില്ലെന്നേ ഉള്ളൂ, നിൻ്റെ അകത്തിരിക്കുന്നത് കരിക്കട്ട ഹൃദയമാണ്. ചോദ്യം പരിശുദ്ധാത്മാവ് പറയുന്നു നല്ലത് തരാം. അടുത്തത് എസെക്കിയേലിൻ്റെ പുസ്തകത്തിലോട്ട് വാ, ഒരു വാക്യം കൂടെ എടുക്കുക. എസെക്കിയേലിൻ്റെ പുസ്തകം 36:26-27. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. ഞാൻ എന്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കി നിങ്ങളെ എന്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. നിങ്ങൾ എന്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. എത്ര കൃത്യമായിട്ടാ എസെക്കിയേൽ പ്രവചനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഇതോട് ചേർത്ത് ഞാൻ പറയട്ടെ, ഞങ്ങളൊരിക്കൽ നമുക്കറിയാവുന്ന രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ടപ്പോൾ ഒരു സാമ്പത്തികമുള്ള പെന്തക്കോസുകാരൻ ഒരു സാമ്പത്തികമില്ലാത്ത ഒരു സാധു മനുഷ്യന് പണം കൊടുത്തു. പണം കൊടുത്തത് പലിശയ്ക്കാണ് കൊടുത്തത്. ഈ പലിശയ്ക്ക് ഇവർ പറയുന്ന പേരെന്നാണെന്നറിയാവോ? നന്മ. പെന്തക്കോസുകാരൻ പലിശയ്ക്ക് കൊടുത്തിട്ട് ഈ പലിശയ്ക്ക് പറയുന്ന പേരാണ് നന്മ. അപ്പോൾ ഇവിടെ പറയുക, ഈ വാക്യത്തിൽ പറയുക, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും വേണമെങ്കിൽ, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും വേണമെങ്കിൽ. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം ഞാൻ നീക്കിക്കളഞ്ഞ്, ഇപ്പോൾ ഉള്ളത് കല്ലായ ഹൃദയമാണ്, അതുകൊണ്ടായി തൂങ്ങിയാടണം എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്, നീക്കിക്കളഞ്ഞ് മാംസമയമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. മാംസമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും. ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കിയിട്ട് നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടത്തും, നിങ്ങൾ എൻ്റെ വിധികൾ പ്രമാണിച്ച് ജീവിക്കും. പക്ഷേ ഇതിനെല്ലാം ചോദിക്കണം, പ്രാർത്ഥിക്കണം. നമ്മുടെ പിതാവായ ദാവീദ് അത് അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. വിശ്വാസിയാണെങ്കിലും ശുശ്രൂഷകനാണെങ്കിലും യഹോവയുടെ നിയമങ്ങളും ചട്ടങ്ങളും വചനം അറിഞ്ഞ് അനുസരിച്ച് ജീവിക്കുന്നില്ലെങ്കിൽ അവൻ്റെ ഉള്ളിൽ യഹോവയുടെ ആത്മാവില്ല, പരിശുദ്ധാത്മാവില്ല. ഇത് ജനം തിരിച്ചറിയണം. 27-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ കയറ്റും, തരും, എന്നിട്ട് എൻ്റെ ചട്ടങ്ങളിൽ നിങ്ങളെ അങ്ങ് നടത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എൻജിൻ തന്നെ അങ്ങ് മാറ്റിവെക്കും. ഇപ്പോൾ ടി വികളൊക്കെ ഓടുന്നതെല്ലാം സോഫ്റ്റ്വെയർ അല്ല, അല്ലെങ്കിൽ കമ്പ്യൂട്ടറൊക്കെ, ആ സോഫ്റ്റ്വെയർ തന്നെ അങ്ങ് മാറ്റി വെക്കും. പിന്നെ നമ്മൾ ജീവിക്കുന്ന വേറൊരു രീതിയിലാണ്. അതായത് ഞാനിങ്ങനെ പ്രസംഗിക്കുമെന്നുള്ളതല്ല, പഠിപ്പിക്കുമെന്നുള്ളതല്ല, യഥാർത്ഥത്തിൽ ജീവിക്കും. അങ്ങനെ ജീവിക്കുന്ന ആളുകളായി മാറുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയാണ് ദാവീദ് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ദൈവമേ, നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എൻ്റെ അന്തർഭാഗത്ത് സ്ഥിരമായ ഒരു ആത്മാവിനെ പുതുക്കണമേ. പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ,
ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ, ഇന്നത്തെ ദിവസം ഞങ്ങൾ ഈ ഒരു ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 51 അധ്യായത്തിൻ്റെ 10 വാക്യം, ദൈവമേ നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ, എൻ്റെ അന്തർഭാഗത്ത് സ്ഥിരമായ ഒരാത്മാവിനെ തരണമേ, അത് എന്നിൽ പുതുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, അടിയനെ ശ്രമിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരിലും നിർമ്മലമായ ഒരു ഹൃദയം കൊടുക്കണമേ, സ്ഥിരമായ ഒരു ആത്മാവിനെ കൊടുക്കണമേ. ശരീരത്തിലൊരു ചെറിയ മൊട്ടുസൂചിയെങ്കിലും കൊള്ളുമ്പോൾ കർത്താവെ, തിരിഞ്ഞു മറിയുന്ന ആത്മശക്തിയിൽ നിന്ന്, കൃത്യമായ പലിശ കിട്ടാതെ വരുമ്പോൾ ശപിക്കുന്ന അവസ്ഥയിൽ നിന്ന്, എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ തൂങ്ങിയാടാൻ പ്രാർത്ഥിക്കുന്ന അവസ്ഥയിൽ നിന്ന് എല്ലാം മാറി സ്ഥിരമായ ഒരു ആത്മാവിൽ ചരിക്കുവാൻ ദൈവമേ അടിയനെയും പ്രിയപ്പെട്ടവരെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.